ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വള്ളിച്ചീരനെ കുറിച്ചാണ് പറയുന്നത്. ഈ വള്ളിച്ചീര എല്ലാവർക്കും പരിചിതമായിരിക്കും. ഈ ചീരയുടെ ഇലയും തണ്ടൊക്കെ നമുക്ക് കറിയായിട്ടും തോരനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ചീരനെ വള്ളിച്ചീര എന്നും വഷളച്ചീര എന്നും മലബാർ ചീര എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല നമുക്ക് വൈകിട്ടത്തെ സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ ഇല പൊട്ടിച്ച് കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അതൊരു സ്നാക്കാക്കി ഉപയോഗിക്കാം. ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ചെടിയമേൽ ഇതേപോലെ നല്ല വയലറ്റ് കളറിലുള്ള പൂവും ചെറിയ ചെറിയ കായകളും ഉണ്ടാവും. ഈ കായ മൂത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിളിഞ്ഞാവലിൻ്റെ പഴം പോലെയുള്ള കായകളുണ്ടായി കിട്ടും. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതിനെ തണ്ടും കുഴിച്ചിടാൻ പറ്റും. ഈ വിത്ത് മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇതുപോലെ ഈ വിത്തുകൾ എടുത്തിട്ട് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഈ വിത്ത് ഒരെണ്ണം നമുക്ക് പൊട്ടിച്ച് നോക്കാം. വിത്ത് പൊട്ടിച്ചാൽ ഇതേപോലെ കളറിലുള്ള ഒരു വിത്താണിത്. ഇതുപയോഗിച്ച് നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഒരു തണ്ട് മിൻറ്റ് ലീഫ് ഇടാം. ഈ വള്ളിച്ചീരയുടെ വിത്ത് ഒരു 10 ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത നാരങ്ങ നീരാണ്, അതും ഇതിലൊഴിച്ച് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തതാണിത്, അതും ഇട്ട് കൊടുക്കുക. 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. നമുക്കിതൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. നാച്ചുറൽ കളർ ചേർത്ത സ്വാദിഷ്ടമായ ലെമൺ ജ്യൂസ് തയ്യാറായി.